ഇന്ന് നമുക്ക് റാസ്പിയൻ ജിസി അല്ലെങ്കിൽ റാസ്പിയൻ സ്ട്രച്ച് എന്ന് പറയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം റാസ്ബെറി പൈക്ക് എങ്ങനെ സെറ്റപ്പ് ചെയ്യാൻ നോക്കാം. നമുക്കത് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്കിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. നമ്മൾ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത് ഫുൾ വേർഷനാണ്. അതായത് റാസ്പിയൻ സ്ട്രച്ച് വിത്ത് ഡെസ്ക്ടോപ്പ് ആൻഡ് റെക്കമെൻഡഡ് സോഫ്റ്റ്വെയർസ് എന്ന് പറയുന്ന വേർഷനാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നത്. അതായത് ടോറൻറ്റ് വെച്ചിട്ടോ അല്ലെങ്കിൽ സിപ്പ് ഫയലായിട്ടോ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. ഞാൻ ഇവിടെ സിപ്പ് ആയിട്ടാണ് ഡൗൺലോഡ് ചെയ്യുന്നത്. വൺസ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഫയലിനെ എക്സ്ട്രാക്ട് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഫയലിനെ വിൻറാർ വെച്ചിട്ട് എക്സ്ട്രാക്ട് ചെയ്യാണ്. ഫയൽ എക്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു IMG ഫയൽ കിട്ടുന്നതാണ്. സോ എക്സ്ട്രാക്ഷൻ സ്റ്റാർട്ടായി. ഒരു മിനിറ്റോളം ഈ ഒരു പ്രോസസ്സ് റൺ ചെയ്യും. വൺസ് എക്സ്ട്രാക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു IMG ഫയൽ കിട്ടും. ഈ IMG ഫയലിനെ നമുക്ക് Win32 ഡിസ്ക് ഇമേജ് റൈറ്റർ വെച്ചിട്ട് റൈറ്റ് ചെയ്യാവുന്നതാണ്. സോ ഞാൻ എൻ്റെ മൈക്രോ SD കാർഡ് ഇൻസേർട്ട് ചെയ്തു. ഇനി നമുക്ക് ആ ഇമേജ് സെലക്ട് ചെയ്യാം. ഞാൻ ഇമേജ് സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ഓൺ യെസ്. സോ നമ്മുടെ റൈറ്റിംഗ് സ്റ്റാർട്ടായി കഴിഞ്ഞു. ഇതൊരു നിങ്ങളുടെ പ്രോസസ്സിംഗ് പവർ അനുസരിച്ച് ഒരു 10 മിനിറ്റ് 5 മിനിറ്റ് തൊട്ട് 10 മിനിറ്റ് വരെ എടുക്കും ഈ ഒരു പ്രോസസ്സ് റൺ ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യാണ്. സോ വൺസ് ഡിസ്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനൊരു മെസ്സേജ് കാണാം. നിങ്ങൾക്ക് ഫോർമാറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അത് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ റൈറ്റ് സക്സസ്ഫുൾ മെസ്സേജ് വരും. അതിന് ക്ലിക്ക് ഓൺ ഓക്കെ കൊടുക്കുക. സോഫ്റ്റ്വെയറിൽ നിന്ന് നമുക്ക് എക്സിറ്റ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ മൈക്രോ SD കാർഡിനെ സേഫായിട്ട് റിമൂവ് ചെയ്യുക എന്നുള്ളതാണ്, ഇജക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ അതിന് വേണ്ടി നമുക്ക് ഇജക്റ്റ് ചെയ്യാം. ഇനി നമുക്ക് നിങ്ങളെ മൈക്രോ SD കാർഡ് സേഫായിട്ട് റിമൂവ് ചെയ്യാവുന്നതാണ്. പക്ഷേ നമുക്ക് റാസ്ബിയൻ ജെസിയിൽ SSH സെർവർ ബൈ ഡിഫോൾട്ട് എനേബിൾ അല്ല. അതിന് വേണ്ടി നമുക്ക് SSH സെർവർ എനേബിൾ ചെയ്യണം. അതിന് എന്ത് ചെയ്യാമെന്ന് നോക്കാം. അതിനുവേണ്ടി നമ്മൾ മൈക്രോ SD കാർഡ് വീണ്ടും നിങ്ങളുടെ മൈക്രോ SD അഡാപ്റ്ററിൽ ഇൻസേർട്ട് ചെയ്യാം. അതിനുശേഷം ആ ബൂട്ട് എന്ന് പറയുന്നുള്ള ഡ്രൈവിൽ പോയാൽ, അതായത് ഇൻസേർട്ട് ചെയ്ത് ചിലപ്പോൾ 2 ഡ്രൈവായിട്ട് കാണിക്കാം. അതിൽ ബൂട്ട് എന്ന ഡ്രൈവിൽ പോയാൽ കുറേ ഫയൽ കാണാൻ പറ്റും. ആ ഒരു ഫോൾഡറിൽ SSH എനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു SSH എന്ന് പറയുന്ന ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യണം. അതിന് ആദ്യം നമുക്ക് നിങ്ങളുടെ ഫോൾഡർ ഓപ്ഷൻസ് കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്യാം. നിങ്ങൾ ഫോൾഡറിൽ വ്യൂവിൽ എന്ന് പോയി കഴിഞ്ഞാൽ അവിടെ വ്യൂ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹൈഡ് ഫയൽ ആൻഡ് ഫോൾഡ് എന്നുള്ള ഓപ്ഷൻ കാണാം. അതിൻ്റെ അടുത്ത് തന്നെ നിങ്ങൾക്ക് വ്യൂ എക്സ്റ്റൻഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. വ്യൂ എക്സ്റ്റൻഷൻ എനേബിൾ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഫയൽസിൻ്റെ എല്ലാം ഡോട്ട് എക്സ്റ്റൻഷൻ കാണാം. അപ്പം ഞാൻ ന്യൂ ഡോക്യുമെൻ്റ് ഉണ്ടായി കഴിഞ്ഞാൽ ന്യൂ ഡോക്യുമെൻ്റ് .txt ഫയലാണത്. അപ്പോൾ അതിനെ നമ്മൾ റീനെയിം ചെയ്യുന്നു. എക്സ്റ്റൻഷൻ അടക്കം റിമൂവ് ചെയ്തിട്ട് നമ്മൾ .ssh എന്ന് ക്യാപിറ്റൽ ലെറ്ററിൽ അടിക്കുന്നു. എന്നിട്ട് സേവ് ചെയ്യുന്നു. സേവ് as yes. അപ്പോൾ നമുക്കൊരു .ssh വിത്തൗട്ട് എനി എക്സ്റ്റൻഷൻ ഒരു SSH എന്ന ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നു. ഈ ഒരു ഫയൽ റാസ്ബിയൻ ജെസി ലോഡ് ചെയ്യുമ്പം ഈ ഒരു ഫയൽ കണ്ടു കഴിഞ്ഞാൽ SSH സെർവർ ഓട്ടോമാറ്റിക്കായിട്ട് എനേബിൾ ആവുന്നതാണ്. ഇനി നമുക്ക് IP സ്കാനറിൽ നമ്മുടെ IP അഡ്രസ്സ് സ്കാൻ ചെയ്യാം. ഇപ്പോൾ എൻ്റെ റാസ്ബെറി പൈയുടെ IP അഡ്രസ്സ് 192.168.1.7 ആണ്. ആ ഒരു IP അഡ്രസ്സ് വെച്ച് നമുക്ക് പൊട്ടി സെർവറിൽ SSH കണക്ഷൻ കൊടുക്കാം. ക്ലിക്ക് ഓൺ യെസ്. ഇനി റാസ്ബെറി പൈയുടെ ഡിഫോൾട്ട് യൂസർ നെയിം പൈ എന്നും പാസ്വേഡ് RaspberryPi എന്നുമാണ്. അപ്പോൾ നമുക്ക് യൂസർ നെയിം പൈ എൻ്റർ ചെയ്യുന്നു. പാസ്വേഡ് RaspberryPi പാസ്വേഡ് റാസ്ബെറി എന്നാണ്. RaspberryPi ഇല്ല, റാസ്ബെറി എന്ന് സ്മോൾ ലെറ്ററിലാണ്. അപ്പോൾ നമുക്ക് റാസ്ബെറി എൻ്റർ ചെയ്യാം. spelling mistake.
try again. അപ്പോൾ നമ്മൾ പാസ്വേഡ് എൻ്റർ ചെയ്ത് റാസ്ബെറി പൈയിൽ കിടക്കാം. ഇനി നമുക്ക് ls കമാൻഡ് വെച്ച് എല്ലാ ഫോൾഡറും കാണാവുന്നതാണ്. അടുത്തത് നമ്മൾ റാസ്ബെറി പൈയിൽ കോൺഫിഗറേഷൻസ് എനേബിൾ ചെയ്യാന്നുള്ളതാണ്. അതിനുവേണ്ടി നമുക്ക് റാസ്ബി കോൺഫിഗ് എന്ന കമാൻഡ് അടിക്കാം. റാസ്ബി കോൺഫിഗ് റൺ ചെയ്യാൻ വേണ്ടി സ്യൂഡോ വേണം, സ്യൂഡോ യൂസർ ആയിരിക്കണം. അപ്പോൾ നമുക്ക് സ്യൂഡോ റാസ്ബി കോൺഫിഗ് റാസ്ബി -config എന്ന കമാൻഡ് അടിക്കാം. റൂട്ട് ആക്സസ് കിട്ടാൻ വേണ്ടിയാണ് സ്യൂഡോ കമാൻഡ് ഉപയോഗിക്കുന്നത്. സ്യൂഡോ റാസ്ബി -config എന്നുള്ള കമാൻഡ് അടിക്കുക. അപ്പോൾ നമ്മൾ റാസ്ബെറി പൈയുടെ ബൂട്ട് കോൺഫിഗറേഷനിലെത്തി. ഇവിടെ നമ്മൾ ഡിഫോൾട്ട് പാസ്വേഡ് റീസെറ്റ് ചെയ്യണം. It's always a good idea to change the default password. നിങ്ങൾ പുതിയ പാസ്വേഡ് എൻ്റർ ചെയ്യുക. അത് കൺഫർമേഷൻ ആവശ്യപ്പെടും, കൺഫേം ചെയ്യുക. പാസ്വേഡ് സക്സസ്ഫുള്ളി റീസെറ്റ് ചെയ്തു. ഇനി നെറ്റ്വർക്ക് ഓപ്ഷൻസ് കാണാം. വൈഫൈ, നെറ്റ്വർക്ക് ഇൻ്റർഫേസ്, ഹോസ്റ്റ് നെയിം ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ അത് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഞാനിപ്പോൾ ഒന്നും ചേഞ്ച് ചെയ്യുന്നില്ല. ക്ലിക്ക് ഓൺ ബാക്ക്. ഇനി ബൂട്ട് ഓപ്ഷൻസ് ചെക്ക് ചെയ്യാം. നമുക്കതിലൊന്നും ചേഞ്ച് ചെയ്യാനില്ല, അതുകൊണ്ട് ബാക്ക് ചെയ്യാം. ലോക്കലൈസേഷൻ ഓപ്ഷൻസ് ഒന്നും ചേഞ്ച് ചെയ്യുന്നില്ല. നമുക്ക് അഡ്വാൻസ്ഡ് ഓപ്ഷൻസിൽ പോകാം. ഇതിൽ ഒരു എക്സ്റ്റേണൽ ഫയൽ സിസ്റ്റം എന്ന ഓപ്ഷൻ കാണാം. നമ്മളെ മൈക്രോ SD കാർഡ് റൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫുള്ളായിട്ട് റാസ്ബെറി പൈ ഉപയോഗിക്കില്ല. അത് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് അതിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് എക്സ്പാൻഷൻ കൊടുക്കാം. അതിനുശേഷം രണ്ടാമതും നമ്മൾ ഇൻ്റർഫേസ് ഓപ്ഷൻസിൽ പോകുന്നു. ഇൻ്റർഫേസ് ഓപ്ഷൻസിൽ VNC സെർവർ സെലക്ട് ചെയ്യുന്നു. P3 എന്ന VNC സെർവർ സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് VNC സെർവറിനെ എനേബിൾ ചെയ്യുന്നു. അപ്പോൾ അതിനുശേഷം VNC എനേബിൾ ചെയ്തതിന് ശേഷം നമ്മൾ ഫിനിഷ് ചെയ്യുന്നു. ഇതിൽ നാവിഗേഷൻ ചെയ്യുന്നത് നിങ്ങൾ ആരോ കീ വെച്ചിട്ട് അപ്പ് ആൻഡ് ഡൗണും സൈഡും ലെഫ്റ്റ് ആൻഡ് റൈറ്റും ആണ്. നമ്മൾ സിസ്റ്റം റീബൂട്ട് ചെയ്യുന്നു. റീബൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പൊട്ടി കണക്ഷൻ ഓട്ടോമാറ്റിക്കായിട്ട് റീസെറ്റ് ആവും. അതിനുശേഷം നമ്മൾ VNC സെർവർ ഓപ്പൺ ചെയ്യുന്നു. നമ്മൾ ക്രോം എക്സ്റ്റൻഷൻ ഉപയോഗിച്ച് VNC എന്നുള്ള ക്രോം എക്സ്റ്റൻഷൻ ഉപയോഗിച്ചിട്ടാണ് VNC ചെയ്യുന്നത്. കളിയിൽ നെക്സ്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡിഫോൾട്ട് പോർട്ട് VNCക്ക് 5901 ആണ്. പക്ഷേ റാസ്പിയൻ സ്ട്രെച്ചിനും മിക്കവാറും എല്ലാ VNC സെർവറിനും അത് 5900 ആണ്. നമ്മൾ ആ ഒരു പോർട്ടൽ എനേബിൾ ചെയ്തിട്ട് കയറുന്നു. യൂസർ നെയിം പൈ, പാസ്വേഡ് പുതിയ പാസ്വേഡ് എൻ്റർ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഡെസ്ക്ടോപ്പ് കാണാൻ പറ്റും. ഡെസ്ക്ടോപ്പിൽ നമ്മൾ നെക്സ്റ്റ് അടിക്കുന്നു. ഇത് ഇനീഷ്യൽ സെറ്റപ്പിന് വേണ്ടിയിട്ടുള്ള നെക്സ്റ്റ് അടിക്കുന്നു. അപ്പോൾ ലോക്കലൈസേഷൻ ഓപ്ഷൻസ് സെറ്റ് ചെയ്യാൻ പറയുന്നു. അവിടെ നമ്മൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. ഞാനിവിടെ ഇന്ത്യ സെലക്ട് ചെയ്യുന്നു. സോ വൺസ് ലോക്കലൈസേഷൻസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ ചേഞ്ച് പാസ്വേഡ് ചോദിക്കും. നമ്മൾ പാസ്വേഡ് ഓൾറെഡി റീസെറ്റ് ചെയ്തതുകൊണ്ട് ഞാൻ ഇവിടെ പാസ്വേഡ് റീസെറ്റ് ചെയ്യുന്നില്ല. ഞാൻ ക്ലിക്ക് നെക്സ്റ്റ് കൊടുക്കുന്നു. വൈഫൈ നെറ്റ്വർക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് വരും. നിങ്ങൾക്ക് വൈഫൈ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ ഇവിടെ നെക്സ്റ്റ് ചെയ്യുന്നു. ഞാൻ സ്കിപ്പ് ചെയ്യുകയാണ് ഈ ഓപ്ഷൻസ്. അപ്ഡേറ്റ് സോഫ്റ്റ്വെയർ ഉണ്ട്. ഇത് നിങ്ങൾക്ക് ഒന്നുകിൽ സെലക്ട് ചെയ്യാം അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. അപ്ഡേറ്റ് ഏകദേശം 15 മിനിറ്റ് തൊട്ട് 20 മിനിറ്റ് വരെ എടുക്കും. 15 to 30 മിനിറ്റ് എടുക്കും. വൺസ് നിങ്ങൾ അപ്ഡേറ്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റീബൂട്ട് ഓപ്ഷൻ വരും. സിസ്റ്റം റീബൂട്ട് ചെയ്യാം. ഞാനിവിടെ ഇത് ക്ലോസ് ചെയ്തിട്ട് നമ്മൾ ഇതിലുള്ള ഓപ്ഷൻസ് പരിചയപ്പെടാം. റാസ്ബെറിയുടെ ഓപ്ഷൻസ് കാണാം. സൗണ്ട് ആൻഡ് വീഡിയോ വേണ്ടി VLNC സെർവർ ഉണ്ട്. ഇൻ്റർനെറ്റിന് ക്രോമിയം വെബ് ബ്രൗസർ ഉണ്ട്. അത് ക്രോമിയം അല്ല, ക്രോമിയമാണ്. ക്രോമിൻ്റെ ഒരു ക്രോമിയത്തിനെ ബേസ് ചെയ്തിട്ടാണ് ക്രോം ഉണ്ടാക്കിയിരിക്കുന്നത്. ബാക്കി 2-3 ഗെയിംസ് കാണാം നിങ്ങൾക്ക്. അക്സസറീസിൽ PDF വ്യൂവർ ഉണ്ട്, കാൽക്കുലേറ്റർ ഉണ്ട്, അങ്ങനെ ഡിഫറെൻറ്റ് ടൂൾസ് കാണാൻ പറ്റും. ഇനി നമ്മൾ താഴോട്ട് വന്നാൽ ഇതിൽ നിന്ന് വൈഫൈ സെറ്റ് ചെയ്യാവുന്നതാണ്.
ഇനി അവിടെ തന്നെ ബ്ലൂടൂത്ത് നിങ്ങൾക്ക് കാണാം, എനേബിൾ ആയിട്ട് കാണാം. അവിടെ ബ്ലൂടൂത്ത് ഡിവൈസ് കണക്ട് ചെയ്യാനൊക്കെ പറ്റുന്നതാണ്. ഇത്രയാണ് ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. അടുത്ത വീഡിയോയിൽ നമുക്ക് മറ്റൊരു ടോപ്പിക്ക് പരിചയപ്പെടാം. ബൈ.